ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും ഈ സൂര്യനെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്ന തരത്തിൽ അല്ലെങ്കിൽ പഠിക്കാനായി ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് വെക്കുന്ന കൂടി തരത്തിലാണ് ഈ ആദിത്യ L1 വിക്ഷേപണം മുതലുള്ള ഓരോ ഘട്ടവും. ആ നിലയിൽ എങ്ങനെയാണ് ആദിത്യ L1 യാത്രയെ, ആ ദൗത്യത്തെ തന്നെ കാണേണ്ടത്? അസിത പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, നാലാമത്തെ ഈ ഒരു ആദിത്യ ദൗത്യം വിജയിച്ചതിലൂടെ ലാഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി മാറിയിരിക്കുകയാണ് ISRO. എന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൽ നിന്നും എന്തുകൊണ്ടാണ് ISRO വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ രീതിയിലുള്ള പഠനങ്ങളോ ലക്ഷ്യങ്ങളോ വെച്ചുകൊണ്ടായിരുന്നില്ല ISRO ആദിത്യയെ സൂര്യനിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം എല്ലാ രീതിയിലും സാമ്പത്തിക ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെയധികം വിദഗ്ധമായി ആസൂത്രിതമായിട്ടാണ് ആദിത്യ L1 ISRO രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെയാണ് ഈ ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് ആദിത്യ L1 കയറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ബഹിരാകാശ പേടകങ്ങൾ നിശ്ചിത സ്ഥാനത്ത് തുടരുന്നതിന് ഇടയ്ക്കിടെ അതിന് സ്ഥാനം ക്രമീകരിക്കേണ്ടി വരും. അത് വളരെയധികം സാമ്പത്തിക ഇന്ധന ചെലവുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ലാഗ്രാഞ്ച് പോയിന്റിൽ അതിൻ്റെ ആവശ്യമില്ല. അധിക ഇന്ധനം ചിലവാക്കാതെ തന്നെ ഈ സ്ഥാനത്ത് തുടരുവാനും സൂര്യനെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ സ്ഥിരമായി വീക്ഷിക്കുവാനും സാധിക്കും എന്നുള്ളതും ലാഗ്രാഞ്ച് പോയിന്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഈ ഒരു ആദിത്യ L1 എന്ന ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ പ്ലാനിങ്, ഈ ഭാവിയിൽ 5 വർഷം തുടർച്ചയായി മികച്ച രീതിയിൽ പഠനം നടത്തുവാനും അത് അസിത പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെല്ലാവർക്കും എല്ലാ രാജ്യങ്ങൾക്കും ശാസ്ത്രമേഖലയ്ക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആസൂത്രണമാണ് ISROയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്ക് പറയാതിരിക്കാനാവില്ല. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സൂര്യനും ഭൂമിയും പേടകം സൂര്യനോട് കൂടുതൽ അടുക്കുകയോ സൂര്യനിൽ ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയോ തുടങ്ങിയ ഒരു കാര്യങ്ങളും ഉണ്ടാവുക. കൃത്യമായി ആ പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള അവർ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മേഖലകളെ കുറിച്ച് പഠിക്കുക എന്നുള്ള കാര്യമായിരിക്കും ആദിത്യ L1 ഇനി അങ്ങോട്ട് ചെയ്യുവാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഏതൊക്കെ മേഖലയിലാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സൂര്യൻ്റെ പുറം ഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ ഉൾപ്പെടെ സൂര്യനെ കുറിച്ചുള്ള വിശദമായ പഠനം, ഈ ഒരു മേഖലയാണ് ആദിത്യ L1 ദൗത്യം ഏറ്റവും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. സൂര്യൻ്റെ റേഡിയേഷനും കാന്തിക വികിരണങ്ങളും ഭൂമിയെ ബാധിക്കുന്നതിന് മുമ്പ് പഠിക്കുവാനും അറിയുവാനും ഈ ദൗത്യത്തിലൂടെ സാധിക്കുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഭാവിയിൽ ഒരു പരിഹാരം കാണുവാൻ ഈ ആദിത്യ L1 സാധിക്കുമോ എന്ന രീതിയിലും കൂടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, പറഞ്ഞതുപോലെ അങ്ങനെ സൂര്യന്റെ സമഗ്ര പഠനം ലക്ഷ്യം വെക്കുന്ന ആദിത്യ L1 എന്ന ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നിമിഷത്തിലൂടെ രാജ്യം കടന്നു പോകുന്നു. സിന്ദൂരിയാണ് വിവരങ്ങൾ നൽകിയത്.